ഹലോ ഗൈസ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ മപ്പാസിന്റെ റെസിപ്പിയാണ്. നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മപ്പാസിന്റെ റെസിപ്പികൾ. അത് ചിക്കൻ ആയാലും താറാവായാലും എഗ്ഗ് ആയാലും നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇത് വളരെ ക്രീമി ആയിട്ടുള്ള ഗ്രേവിയുള്ള ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പത്തിന്റെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിനൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷ് തന്നെയാണ്. ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ടും എരിവില്ലാത്തതുകൊണ്ടും നമുക്ക് ചെറിയ കുട്ടികൾ തുടങ്ങി മുതിർന്നവർക്ക് വരെ ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയിൽ എങ്ങനെ ഒരു ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ അടുത്തായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ചിക്കൻ മപ്പാസ് പ്രിപ്പയർ ചെയ്യാം. ഗൈസ്, ആദ്യമായി തന്നെ സ്റ്റവ് എടുത്ത് വെച്ചതിന് ശേഷം ഓണാക്കി കുക്ക് ചെയ്യാനുള്ള പാത്രം എടുത്ത് നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. അടുത്തായി പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നടുവേ കീറിയ 8 വെളുത്തുള്ളി, വലിപ്പമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 3 കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ലൈറ്റ് ബ്രൗൺ കളറിൽ എത്തിക്കഴിയുമ്പോൾ കനം കുറഞ്ഞ് അരിഞ്ഞ 4 സവോള ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഒനിയൻ നന്നായിട്ട് ഇവിടെ കുക്കായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത 2 തക്കാളി പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കുക്കാവുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്ക് കാണാൻ വേണ്ടി നമ്മളുടെ ഒനിയനും ടൊമാറ്റോയും നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തി കഴിയുമ്പോൾ നമ്മളുടെ മസാല സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. നമ്മളുടെ ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നടുവേ കീറിയ 6 ഗ്രീൻ ചില്ലി നമുക്കിതിലേക്കിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് കട്ട് ചെയ്ത് കഴുകിയെടുത്ത 2 കിലോ ചിക്കൻ നമുക്കിതിലേക്കിടാം. 2 കിലോ എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ്. ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ മസാലയെല്ലാം കറക്റ്റ് അളവിൽ വന്ന് നമ്മളുടെ ഡിഷ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ ചിക്കൻ കുക്കായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. ആ ഒരു ഗ്രേവി തന്നെയാണ് നമ്മുടെ ചിക്കൻ കുക്കാക്കി എടുക്കുന്നത്. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല നീരുള്ള ഒരു നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങയ്ക്ക് നീര് കുറവാണെന്നുണ്ടെങ്കിൽ 1 പകരം 1.5 പിഴിയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നാരങ്ങ പിഴിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ ലിഡ് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന മാതിരി നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് കുക്ക് ചെയ്തത്. എന്നിട്ട് ഇത്ര വെള്ളം വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലെന്ന്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡിയാവും. പക്ഷേ ഇനിയുള്ള 5 മിനിറ്റ് നമ്മൾ ലിഡ് വെക്കാണ്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടെ നല്ല തിക്ക് ഗ്രേവിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലിഡ് വെക്കാണ്ട് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം കൂടെ വെയിറ്റ് ചെയ്യുക. ഏകദേശം നമ്മളൊരു 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് ഗ്രേവി നല്ല തിക്കാകുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിനാവശ്യമുള്ളൊരു താളിപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. താളിപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. നമുക്ക് ചെറുതായി അരിഞ്ഞ 6 കുഞ്ഞുള്ളി നമുക്കിതിലേക്ക് ഇടാം. കുഞ്ഞുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് 3 മുതൽ കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ വത്തലമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം.
അടുത്ത ഇതിലേക്ക് റൗണ്ടായി കട്ട് ചെയ്തെടുത്ത ഒരു തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫാക്കി നമ്മളുണ്ടാക്കിയ താളിപ്പ് ചിക്കനിലേക്ക് നമുക്കിടാം. താളിപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അടുത്തായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിന് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ ചിക്കൻ മപ്പാസ് നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും തന്നെ എരിവില്ല. എന്തെങ്കിലും ബാക്കിയുള്ള മസാലയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അധികം സ്റ്റെപ്സുകളൊന്നും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതുമാതിരത്തെ വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.